ഓവലിൽ നടന്ന 5ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 6 റൺസിന്റെ ആവേശകരമായ വിജയമാണ് ഇന്ത്യ നേടിയത്. 5 മത്സരങ്ങളുള്ള പരമ്പര 2-2 സമനിലയിൽ അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിലെ എല്ലാ നാടകീയതയും നിറഞ്ഞ ഈ മത്സരത്തിന്റെ ഹൃദയഭാഗത്ത് മുഹമ്മദ് സിറാജ് എന്ന ഒരു മനുഷ്യനായിരുന്നു. വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രകടനം തന്നെയാണ് സിറാജ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. പരമ്പരയിലുടനീളം ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമായിരുന്നു സിറാജ്. അതുപോലെ അവസാന ദിനത്തിലും ഹീറോയായി മാറി. ഇന്നലെ ഹാരി ബ്രൂക്ക് 19 റൺസിലായിരിക്കുമ്പോൾ താരത്തിന്റെ ക്യാച്ച് സിറാജ് വിട്ടുകളഞ്ഞിരുന്നു. അത് ഇന്ത്യക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് സെഞ്ചുറി നേടിയ ബ്രൂക്ക് ഇംഗ്ലണ്ടിനെ വിജയത്തിന്റെ തൊട്ടരികെ എത്തിച്ചു. എന്നാൽ ആ തെറ്റ് സിറാജിനെ തളർത്തിയില്ല. പകരം ഉരുക്കുപോലുള്ള നിശ്ചയദാർഢ്യത്തോടെ തിരിച്ചെത്തിയ സിറാജ് ഇന്ത്യക്ക് അനുകൂലമായി മത്സരം തിരിച്ചുവിട്ടു. അവസാന ഇന്നിംഗ്സിൽ 5 നിർണായക വിക്കറ്റുകളാണ് സിറാജ് വീഴ്ത്തിയത്. ഇന്ത്യക്ക് 6 റൺസിന്റെ വിജയവും അദ്ദേഹം സമ്മാനിച്ചു. ഒരു കളിക്കാരന്റെ സ്വഭാവത്തെ നിർവചിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവ് തന്നെയായിരുന്നു അത്. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് 2 ടെസ്റ്റുകളിൽ കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ബൌളിംഗിന്റെ ആക്രമണ ചുമതല സിറാജിന്റെ ചുമലിലായി. സിറാജ് ആ ചുമതല ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. പരമ്പരയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളറായി സിറാജ് മാറി. ആവശ്യമുള്ളപ്പോൾ ഇന്ത്യയുടെ കുന്തമുനയാകാൻ തനിക്ക് കഴിയുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സിറാജ്. അദ്ദേഹത്തിന്റെ വേഗതയും അറ്റാക്കിങ്ങും നിർണായക നിമിഷങ്ങളിൽ വിക്കറ്റുകൾ നേടാനുള്ള കഴിവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യക്ക് വിജയം സമ്മാനിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്ന പോലെ തന്നെ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഓവർ എറിഞ്ഞ ഇന്ത്യൻ താരം സിറാജ് ആയിരുന്നു. 185 ഓവർ എറിഞ്ഞ സിറാജ് 23 വിക്കറ്റുകൾ ഈ പരമ്പരയിൽ വീഴ്ത്തിയിട്ടുണ്ട്.